ഇന്നത്തെ കളിയാണ് കളി. ഇന്ന് കിങ് വേഴ്സസ് പ്രിൻസ് ആണ്. ഇന്ത്യൻ ടീമില് അല്ലേ? കിങ് വേഴ്സസ് പ്രിൻസ്. കിങ് വേഴ്സസ് പ്രിൻസാ? എന്താ കിങ് വേഴ്സസ് പട്ടിദാർ അത്ര മതി. ക്യാപ്റ്റനെ എവിടെ ക്യാപ്റ്റന് ഒഴിവാക്കിയൊന്നുമില്ല. മൂപ്പര് ഞാൻ പേടിച്ചു പോയി. പേടിച്ചൊന്നുമില്ല. കുട്ടികൾ വളർത്താൻ 10-15 കൊല്ലം വെറുതെ കുറെ ക്യാപ്റ്റനും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാണ്ട് ഒന്നും കിട്ടി. 15 കൊല്ലം മൂപ്പറൊന്നുമല്ലോ ക്യാപ്റ്റൻ. അല്ല, വേറുള്ള ക്യാപ്റ്റന്മാർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ അതിൽ കാര്യമൊന്നുമില്ല. അതൊന്നുമല്ല, ഏറ്റവും കൂടുതൽ സമയം ക്യാപ്റ്റനേക്ക് ഉണ്ടാരാ. ഞങ്ങൾ അതൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പൊ കിങ് വേഴ്സസ് പ്രിൻസ് എന്നുള്ള രൂപത്തിലാണ് എല്ലാരും കാണുന്നത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങള് പ്രിൻസ് ക്യാപ്റ്റന്, നിങ്ങള് പട്ടിദാര്, അത്ര മതി. ഓവർ ഡെക്കറേഷൻ ഒന്നും വേണ്ട. മൂപ്പരുന്ന നാട്ടില് കുറെ ടെസ്റ്റ് കളിക്കും. എന്താ T20 ആണ് കഴിഞ്ഞ കളിയിലല്ലേ? അതിന്റെ മുമ്പത്തെ കളി നല്ല ഉസാറ് കളിച്ചില്ലല്ലോ. കഴിഞ്ഞ കളിയിൽ അങ്ങനെ കളിച്ചു, അത്ര തന്നെ ഉള്ളൂ. ഇവിടെ ഈ IPL ചരിത്രത്തില് ഇത്ര അധികം റൺസ് അടിച്ച് വേറെ ആരാളേ? അമ്മാതിരി കളിയാണ്. അത്രയും കാലം ബാറ്റ് ചെയ്താൽ പിന്നെ എത്ര സ്കോർ ഉണ്ടാവില്ലേ? അത്രയും കാലം ബാറ്റ് ചെയ്ത വേറെ ആൾക്കാരുണ്ടല്ലോ. ഒരാൾക്കാരില്ലല്ലോ. ഓപ്പണിംഗ് ഇറങ്ങും, ഞാനാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാണ്ട് വരും. കയ്യും തട്ടി മോടും തട്ടി വരും. ബാറ്റ് ചെയ്താൽ പിന്നെ സ്കോർ ചെയ്യൂലേ? അതാണ് മൂപ്പര് വെറുതെ കിട്ടിയല്ലോ. ഇതൊക്കെ സ്കോർ ചെയ്ത് വന്നു തന്നെയാണ്. അപ്പൊ നിങ്ങൾ അത് പറയാൻ നിൽക്കണ്ട. കിങ് ആരാന്നുള്ളത് ഇപ്പൊ നിങ്ങൾ കാണും, നിങ്ങൾ മനസ്സിലായിക്കോളി. പിന്നെ RCBന്റെ ഇപ്പത്തെ ഫോം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും തടയാൻ പറ്റില്ല. ഞങ്ങൾ ഫസ്റ്റ് കളിയിൽ നിലവിലെ ചാമ്പ്യന്മാരെ തീരുമാനാക്കി വന്ന, പിന്നെ ഏറ്റവും കൂടുതൽ കപ്പെടുത്തവരിൽ ഒരു ടീമാണ് CSK. ഞങ്ങൾ തീർത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കപ്പില്ലാത്ത ഞങ്ങൾക്ക് കപ്പില്ലാത്ത നോക്കണ്ട. ഇത്തവണ ഞങ്ങൾ കപ്പെടുക്കും, അത് വേറെ കാര്യം. ഇപ്പൊ ആരാണ് IPL പോയിന്റ് പട്ടികയിൽ ഒന്നാമത്? അത് നോക്കണ്ട. രണ്ട് കളി ഞങ്ങൾ ജയിച്ചില്ല. മൂന്നാമത്തെ കളിയുമ്പോ 3 ജയിക്കും. നിങ്ങളൊന്നും ജയിച്ചിട്ടുണ്ടേ. നിങ്ങളിപ്പോ ആകെ ഒരു കളി ഇപ്പൊ ജയിച്ചത്, ഒരു കളി തോറ്റും ചെയ്തു. അപ്പൊ നിങ്ങൾ ആരെ തോൽപ്പിച്ചേ? മുംബൈനെ ഇവിടെ എല്ലാരും തോൽപ്പിച്ചിട്ടുണ്ടായത്. എല്ലാവർക്കും പോയിന്റ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക. ഒരു ബാങ്കടിയിൽ എത്തിയപ്പോ കളി ജയിച്ചല്ലാതെ അതിലും കാര്യമില്ല. കപ്പിക്കറി ഞങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ടീമിലൊക്കെ ഫുൾ എല്ലാവരും ആരാണ്? സുദർശന്, സായി സുദർശനൊക്കെ, ബട്ട്ലർ, ഞങ്ങളെ പ്രിൻസ്, പിന്നെ ഞങ്ങൾക്ക് റുദർഫോർഡ്, ജവാത്തിയ, റാഷിദ് ഖാനൊക്കെ ഫുള്ള് ലാസ്റ്റ് നല്ല അടിയാണ്. 5 ഷോട്ട് 6 ദിവസം മൂപ്പര് ഫോമാവും. പിന്നെ ഞങ്ങളെ ബൗളിങ്ങില് കഴിഞ്ഞ കളിയിലൊക്കെ കണ്ട സിറാജിന്റെ ബോളിംഗ് കണ്ട എന്തേനും. രോഹിത് ശർമ്മ ഇപ്പൊ ഫോമില്ലാത്ത കാലായത് നന്നായി, അല്ലെങ്കിൽ എടുത്തിട്ട് അപ്പുറത്ത് കിട്ടിയിരുന്നു. സിറാജ് അല്ലേ? സിറാജ് ഞങ്ങൾ ഒഴിവാക്കിയ ചെങ്ങായിമാരെ ഈ സിറാജിന് ഞങ്ങൾക്കറിയാം സിറാജ് എന്താ കാട്ടാന്നുള്ളത്. കളി ചിന്നസ്വാമിയിലാണ്. ഫുള്ള് അപ്പുറം എടുത്തോണ്ടല്ലോ, ഗ്രൗണ്ടിന്റെ പുറത്ത് ഫിൽ സാൾട്ടാണ് അവിടെ നിക്കണത്. കഴിഞ്ഞ കളിയിലൊക്കെ അടിച്ച് പരത്തി നിക്കാണ്. നിങ്ങൾക്ക് ഇപ്പൊ മറ്റേ സായി സുദർശനും ഗില്ലും കൂടി ഇറങ്ങാ. ഇവിടെ ഗില്ലല്ല, ഞങ്ങൾക്ക് ഇവിടെ കിങ് ആണുള്ളത്. കിങ്ങും മറ്റേ കിങ്ങിന് പിന്നെ ഞങ്ങൾ ദേവദത്ത് പഠിക്കൽ. കഴിഞ്ഞ കളിയിലോ നല്ല അടി അടിച്ചല്ലോ. നിങ്ങൾ മുട്ടുന്നു ഒരു മുട്ടലും ഇല്ല, പന്തൊക്കെയാണ് പിന്നെ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാകും. സായികേശ് പറഞ്ഞല്ലേ ഇവിടെ സ്പിന്നെ ഏറ്റവും നന്നായി കളിച്ചിട്ടുള്ള പട്ടിദാറാ ഞങ്ങളെ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ. അതാ പറഞ്ഞ സ്പിന്നൊക്കെ അടിച്ച് പറത്തു. പട്ടിദാറും ജിതേഷ് ശർമ്മ അടുത്ത് വരാനുള്ളത്. ഗ്രൗണ്ടിൽ എല്ലാ ബോളർമാരും കണക്കാണ്. അത് ബാക്കിയുള്ളവരാണ് അടിച്ചുകാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ്. ലാസ്റ്റ് ബോൾ ബാക്കി ഇല്ലാതൊക്കെ നോക്കിയാണ് ജയിക്കാൻ. ഈ GT-കാരെ വർത്താനം കേട്ട അവരെന്തോ ആണ് എന്നാണ്. ഇന്ന് അടിച്ച് പറത്തു. നിങ്ങൾ എന്തായാലും മനസ്സിലാക്കാത്തത്. നിങ്ങൾക്ക് കപ്പുണ്ടായിക്കോട്ടെ, ഇത് ഞങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത്. ഇങ്ങനത്തെ ഫാൻസ് നിങ്ങൾക്ക് ലോകത്തെ എവിടെയും കിട്ടൂല. കാരണം എന്താ അറിയോ? എല്ലാ കൊല്ലവും തോറ്റാലും ഈ ടീമിന് എത്ര പാഷനേറ്റ് ആയിട്ട് പിന്തുണക്കണില്ല. അപ്പൊ ഈ കൊല്ലം ആ ഫാൻസിനെ ഞങ്ങൾ സന്തോഷിപ്പിക്കും. ഈ കൊല്ലം ആ ഫാൻസിനെ ഞങ്ങൾ സന്തോഷിപ്പിക്കും. ആദ്യത്തെ 2 കളി ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ കളിയും കിങ്ങും ടീമും ജയിക്കും. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ ഞങ്ങൾ പറയും.